എനിക്ക് ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കേസ് കൊടുത്തത്. 16 CCTV ഉണ്ടായിരുന്നിടത്ത് അത് ബാത്റൂമിന്റെ വാതിക്കലടക്കം 21 CCTV വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെക്രട്ടറിക്കെതിരെ നടപടി വേണ്ടേ? ഇത് നിങ്ങൾ വനിതകൾ തലപ്പത്ത് വരണമെന്ന് കുറെ നാളായിട്ടുള്ള ഒരു ആവശ്യം കഴിഞ്ഞിട്ട് വന്നതാണ്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇപ്പൊ അടുത്ത ജനറൽ ബോഡി യോഗത്തിൽ അംഗങ്ങൾ നേതൃമാറ്റം ആവശ്യപ്പെട്ടാണ്. നേതൃത്വം മാറ്റം ആവശ്യപ്പെടുകയാണെങ്കിൽ ജനറൽ ബോഡിയാണ് ഏറ്റവും വലിയ കോടതി. ആ കോടതി പറയുന്നത് ഞങ്ങൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ 17 അംഗങ്ങളിൽ 8 പേരോളം പുരുഷന്മാരുണ്ട്. ഏതെങ്കിലും ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെതിരെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ 8 പുരുഷന്മാർ ഞങ്ങൾ ഈ 9 സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും മോശം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ സ്ത്രീകൾ തന്നെയല്ലേ അവിടെ ഇവിടെയും പോയിട്ട് ഈ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ തന്നെയല്ലേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തെറ്റായിപ്പോയെന്ന് എനിക്ക് അഭിപ്രായമില്ല. അവരവരുടെ നില മറക്കുന്നു, ഇല്ലെങ്കിൽ ഇല്ലാത്ത പദവിയിലാണ് വിരാജിക്കുന്നത് എന്ന് സ്വയം വിചാരിക്കുന്നു. അതായത് ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഒരു കമ്മിറ്റിയാണെന്നും നമ്മൾ അംഗങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടും അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുമാണ് ഇരിക്കുന്നതെന്നും നമ്മൾ അധികാര ദൂർത്തോ അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗമോ നടത്തരുത് എന്നും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വരുന്നത്. അവരുടെ ഉള്ളിലെ ഈഗോ അതാണ് ഇവിടെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് വന്ന പിന്നെ ഞങ്ങൾക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല. അത്രമാത്രം ഫെഡപ്പ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ഈ അൻസിബ ഇത്തവണത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയില് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു അംഗമാണ് അൻസിബ. അതെ, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത്. അതെ. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഒരു കാര്യം പറഞ്ഞു എന്ന് വേറൊരാൾ പറഞ്ഞതിൽ, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പറഞ്ഞതിന്റെ പേരിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം പോലുള്ള ഒരു പ്രധാനപ്പെട്ട പദവി രാജിവെച്ച് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അൻസിബയ്ക്ക്? ഒരിക്കലും ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ രാജിയെ പറ്റി അൻസിബ ഇപ്പോഴല്ല സംസാരിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നല്ലോ. അപ്പോൾ ഈ മെമ്മറി കാർഡിന്റെ വിഷയമൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് തന്നെ ഞാനും അൻസിബയൊക്കെ ഒരു സെറ്റാണ്. ആദ്യം ഞങ്ങളായിരുന്നു ടാർഗറ്റഡ് പേഴ്സൺസ്, ഞാനും അൻസിബയും ആയിരുന്നു. അപ്പോൾ ഈ ഞങ്ങളുടെ സെക്രട്ടറി വളരെ ഇതായിട്ട് ഞങ്ങളുടെ അടുത്ത് റൂഡായിട്ട് പെരുമാറുന്ന ഘട്ടത്തിൽ അൻസിബ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ രാജിവെക്കാം, എന്നിട്ട് പ്രസ് മീറ്റ് വിളിക്കാം, ഇതൊരു സ്ത്രീവിരുദ്ധ കമ്മിറ്റിയാണെന്ന് നമുക്ക് പറയാമെന്ന് ഇതേ അൻസിബ ഹസൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇന്നലത്തെയോ ഒരു പെട്ടെന്ന് വന്നൊരു പ്ലാനൊന്നും അല്ല അൻസിബയ്ക്ക് രാജിവെക്കണം എന്ന്. അത് ഈ കമ്മിറ്റി ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ അൻസിബയ്ക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ജനറൽ ബോഡിക്ക് മുമ്പ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം എനിക്ക് 1 മാസത്തേക്ക് വിലക്കുണ്ട്. അതാണ് എനിക്കും അറിയാത്തത്. കാരണം പല രീതിയിലും മാപ്പ് പറഞ്ഞു, കെട്ടിപ്പിടിച്ചു. അപ്പോ പിന്നെ ഇവര് സമാധാനിക്കുന്നില്ല, നമ്മുടെ നീന ചേച്ചി സമാധാനിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ പുറത്തു പോയാൽ ചേച്ചിക്ക് സമാധാനമോ? പോട്ടെ, ഞാൻ രാജിവെച്ചാൽ ചേച്ചിക്ക് സമാധാനമാവുമോ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ, ചേച്ചി വിഷമിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് പുള്ളിക്കാരി പറഞ്ഞു 1 മാസം ലക്ഷ്മിപ്രിയ മാറി നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും പറഞ്ഞു അതൊരു ഞങ്ങളുടെ ബൈലോ പ്രകാരം പോലും ശാസനയാണ് ആദ്യത്തെ ഉള്ള ഒരു കാര്യം. 2 അംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ശാസനയാണ് ആദ്യമേ ഉള്ളത്. അതില്ലാതെ ഈ പറയുന്ന ബിൽഡപ്സ് ഒന്നും അതിന് കൊടുക്കാനായിട്ട് പറ്റില്ല. തന്നെ അപമാനിക്കപ്പെടേണ്ട വ്യക്തി ഞാനായിരുന്നല്ലോ. അത് ഞാൻ ആവോളം അപമാനിക്കപ്പെട്ടു. എന്താ പറയാ, ലക്ഷ്മിപ്രിയ പറയുന്ന പച്ചത്തെറി കേൾക്കും. അതിൽ എന്ത് പച്ചത്തെറിയാണുള്ളത്? ഞാൻ ശപിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്ക് സങ്കടം വന്നിട്ടാണ്. കാരണം തലേദിവസം ഇവർ കാണിച്ച പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്കൊരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത പെർഫോമൻസ് ആയിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പാവപ്പെട്ട നല്ല അമ്മമാരെ സ്റ്റേജിൽ കയറ്റി കളിപ്പിക്കുന്നത്. 80 വയസ്സുള്ള കൃഷ്ണനും 67 വയസ്സുള്ള മറ്റ് ആൾക്കാരും ഒക്കെ എല്ലാം പിന്നെ 60+ ആയിട്ടുള്ള ആൾക്കാരെ ഒരു നൃത്തശില്പം ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു മെയിൻ ക്യാരക്ടർ അവതരിപ്പിക്കേണ്ട കുട്ടിയെ ഇവർ കാരണം അവർക്ക് സ്റ്റേജിൽ കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ ഒരു കാര്യത്തിനാണ് ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുന്നത്. കാരണം അപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും മോശക്കാരിയായ ഒരു വ്യക്തിയായിട്ട് ഇവർ മാറി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്, ചേച്ചി ഇതായിരുന്നു, ഞാൻ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചായിരിക്കാം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായി കാണില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഇവരുടെ ആവശ്യം എന്നെ 1 മാസത്തേക്ക് മാറ്റി നിർത്തണം. അപ്പം മറ്റുള്ളവർ പറഞ്ഞേ അങ്ങനെ ലക്ഷ്മി 1 മാസത്തേക്ക് മാറ്റി നിർത്താനൊന്നും പറ്റില്ല, ഇത് നിങ്ങൾ തമ്മിലൊരു പ്രശ്നമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടറി പറഞ്ഞു അത് നീനയ്ക്ക് സന്തോഷമാവട്ടെ, കാരണം ആ കുട്ടിയല്ലേ പരാതിക്കാരി. അതായത് നീനാക്കുറുപ്പ് പരാതിക്കാരി ആയതുകൊണ്ട് നീനാക്കുറുപ്പിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിപ്രിയ 1 മാസം മാറി നിന്നോളൂ. അന്നേരം പറഞ്ഞാൽ നമുക്കൊരു പോളിംഗ് വേണ്ടേ? അതിന് പോളിംഗ് ഒന്നും വേണ്ട. സെക്രട്ടറി പറഞ്ഞാൽ അതിന് പോളിംഗ് ഒന്നും വേണ്ട, 1 മാസത്തേക്ക് നീനാക്കുറുപ്പ് മാറി നിൽക്കട്ടെ, നീനാക്കുറുപ്പ് ലക്ഷ്മിപ്രിയ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി ഹാപ്പി ആവട്ടെ, 1 മാസമോ 2 മാസമോ 3 മാസമോ ഞാൻ മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. എന്തിന് ടിനി ടോമിനെ മാറ്റി നിർത്തണം? ടിനി ടോം അൻസിബ ഹസനെ പറയുന്നത് അൻസിബ ഹസൻ കേട്ടിട്ടുണ്ടോ?
നീനാക്കുറുപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത്. നീനാക്കുറുപ്പ് കൊടുത്ത പരാതിയിൽ ഈ കാര്യങ്ങളുണ്ട്. ഏത് പറഞ്ഞു? നീനാക്കുറുപ്പ് എന്നാണ് പരാതി കൊടുത്തത്? ഈ മെയ് 12-ാം തീയതി അല്ലേ പരാതി കൊടുത്തത്? ഞങ്ങൾ ആ പരാതി കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ടിനി ടോം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടിനി ടോമിന് അങ്ങനെ ഒരു ഇതുണ്ടാകും. പക്ഷേ ഈ പറയുന്ന ഇതിനെക്കാട്ടിലും വലിയ കാര്യം പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ തെളിവായിട്ടുണ്ട്. അതുല്യ എന്ന് പറയുന്ന ഞങ്ങളുടെ മാനേജർ ഇവർ ടെർമിനേറ്റ് ചെയ്തല്ലോ, ഞങ്ങളുടെ കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സെക്രട്ടറി ടെർമിനേറ്റ് ചെയ്തല്ലോ. ആ കുട്ടി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയെ മലയാളത്തിന്റെ ഒരു മഹാനടനെയും ചേർത്ത് ഈ കുക്കു പരമേശ്വരൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ സരയു മോഹൻ സാക്ഷിയാണ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് ഞങ്ങൾക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് നടപടിയായിരിക്കും എടുക്കുന്നത്? ഡയറക്റ്റ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ ഞങ്ങൾ കൊണ്ടുവന്നു, നിങ്ങൾ മീഡിയാസ് എല്ലാം പുറത്തുള്ള സമയത്ത് തന്നെ അതുല്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഞങ്ങൾ ഞങ്ങളുടെ മീറ്റിംഗ് ഹാളിൽ കൊണ്ടുവന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു, കുമ്പളങ്ങി ബീന എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ കാണാൻ പോയിട്ട് വരുന്ന വഴി അൻസിബ ഹസനെ കുറിച്ച് വളരെ മോശമായിട്ട് സെക്രട്ടറി ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന്. അപ്പൊ അത് കേട്ട അൻസിബ ബോധം കെട്ട് താഴെ വീഴും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ അൻസിബ ഒരിക്കലും ഈ ലെറ്റർ വായിക്കല്ലേ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെക്രട്ടറിക്കെതിരെ നടപടി വേണ്ടേ? ഈ സെക്രട്ടറി കത്തുകൾ റിമൂവ് ചെയ്യുന്നതിന് നടപടി വേണ്ടേ? ഈ സെക്രട്ടറി ഞങ്ങളുടെ സാമ്പത്തികം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ നടപടി വേണ്ടേ? ഞങ്ങൾ ഇത് ചോദ്യം ചെയ്യുന്ന ഞങ്ങളൊക്കെയാണോ കുറ്റക്കാരായിട്ട് മാറുന്നത്? നീനാക്കുറുപ്പ് എന്ന് പറയുന്നത് സെക്രട്ടറിയുടെ ശിങ്കിടിയാണ്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയും. ഇവർക്ക് എല്ലാരും പുറത്താക്കണം, റിമൂവ് ചെയ്തങ്ങ് കളയുക, മെമ്പർഷിപ്പ് റിമൂവ് ചെയ്ത് കളയണം. ഇവർ പറച്ചിലാണ്. ഈ നീനാക്കുറുപ്പിനെ ടിനി ടോം ചീത്ത വിളിക്കുകയോ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ മാത്രമല്ല ആ ഹാളിലുള്ളത്, 100-150 ആൾക്കാരുണ്ട്. നീനാക്കുറുപ്പിനെ പിടിച്ചു വെച്ച വ്യക്തി ഞാനാണ്. കയ്യേറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടല്ല, എന്തോ ആരോപണങ്ങൾ തികച്ചും കെട്ടിച്ചമച്ചതാണ്. ഇത് പറയണമെങ്കിൽ ഞങ്ങൾ ആരോടെങ്കിലും ടിനി ടോം പറഞ്ഞിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ട് ഇത് നീനാക്കുറുപ്പ് മാത്രം കേട്ടു? ഞങ്ങൾ 504 അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. ഒരു 10 പേര് ടിനി ടോം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വരട്ടെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നീനാക്കുറുപ്പ് പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് അൻസിബെ നീനാക്കുറുപ്പ് ടിനി ടോം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടി കൊണ്ടുവരാം. പക്ഷേ നീനാക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അൻസിബ പറയണം, ഞാൻ കേട്ടു, ടിനി ചേട്ടൻ എന്നെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് ആ കുട്ടി ഒന്ന് പറയട്ടെ, ആ മോള് പറയട്ടെ. ഞങ്ങൾ അൻസിബയ്ക്ക് പരാതിയുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അൻസിബയെ മലയാളത്തിൽ മഹാനടനെ ചേർത്ത് വെച്ചിട്ട് അപവാദം പറയുന്നത്. അപ്പൊ അൻസിബ പറയുന്നത് ന്യായമുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു ഉണ്ട്. കാരണം ഈ ന്യായത്തിൽ നടപടി വേണം. ഞങ്ങള് ഇതിനെതിരെ ആദ്യം എഴുന്നേറ്റ് നിന്ന് അൻസിബയ്ക്ക് വേണ്ടി സംസാരിച്ച വ്യക്തി ഈ പറയുന്ന ടിനി ടോം ആണ്. നിങ്ങൾ എന്ത് വൃത്തികേടാണ് ഈ ഒരു പെൺകുട്ടിയെ പറ്റി, കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയെ പറ്റി നിങ്ങൾ എന്ത് വൃത്തികേടാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ച് എഴുന്നേറ്റ് നിന്ന് ഒച്ചയുണ്ടാക്കിയ വ്യക്തി ടിനി ടോം ആണ് ആദ്യം. അതൊന്നും അൻസിബയ്ക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഈ ലെറ്റർ കിട്ടിയത് എനിക്ക് തോന്നുന്നു April 30-ാം തീയതിയാണ് ഞങ്ങൾക്ക് ലെറ്റർ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് മെയ് മാസത്തിലുള്ള ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ ഈ കത്ത് എടുക്കുകയാണ്. അതുല്യയുടെ വിഷയങ്ങളൊക്കെ വരുന്നത് ഓർമ്മയില്ലേ? അപ്പൊ ഈ കത്ത് എടുത്തപ്പോ ഈ വിഷയങ്ങൾ ഓരോരോ വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ച് സെക്രട്ടറി വളരെ മോശമായിട്ടാണ് ഈ കുട്ടിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സരയു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ സാക്ഷിയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. സെക്രട്ടറിക്കെതിരെ തീർച്ചയായിട്ടും നടപടി വേണം. ഇത് എനിക്ക് മനസ്സിലാവുന്ന എന്താന്ന് വെച്ചാൽ ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയിലാണ്. ഇതിപ്പോ ഇന്നലെ എന്നിലേക്ക്, ഇത് ഇന്ന് ടിനി ചേട്ടനിലേക്ക്, നാളെ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗത്തിലേക്ക് പോകും. കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ ടാർഗറ്റഡ് ആയിട്ട് ഇവർ കളിക്കുന്ന ഒരു ഗെയിമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രസിഡന്റ് അറിയുകയോ അതിൽ ഇടപെടാതിരിക്കുകയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല. കാരണം പ്രസിഡന്റ് ഞങ്ങൾക്ക് ഈ ലെറ്റർ കിട്ടിയല്ലോ, അതുല്യ ഞങ്ങൾക്ക് പേഴ്സണലി അയച്ചല്ലോ. അന്ന് തന്നെയാണ് അതുല്യ ആദ്യമേ പ്രസിഡന്റും സെക്രട്ടറിക്കും ഓരോ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കത്ത് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ മെയിൽ ആക്സസ് ഒന്നും ഞങ്ങൾക്കില്ല. നമ്മൾ എപ്പോഴും ഓഫീസിൽ പോകുന്നില്ല. മെയിൽ അഥവാ പോയാലും ഞങ്ങൾ ആരും മെയിൽ ഒന്നും ഓപ്പൺ ചെയ്ത് നോക്കാറില്ല. ഓക്കെ, ഈസിയിലാണ് ഇങ്ങനത്തെ കത്തുകളൊക്കെ വെക്കുക. അപ്പൊ പ്രസിഡന്റും സെക്രട്ടറിക്കും മാത്രമായിട്ടാണ് ഈ കുട്ടി ആദ്യമേ ഒരു കത്ത് കൊടുക്കുന്നത്. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു, അതുല്യ ഞാൻ പരിഹാരം ഉണ്ടാക്കാം, അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് വരട്ടെ. പ്രസിഡന്റ് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്രസിഡന്റ് അത് ഒരിക്കലും ഹൈഡ് ചെയ്യുകയില്ല. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, അടുത്ത ഈസിയിൽ നമുക്ക് ഇത് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആണ് ഈ കുട്ടിയെ അച്ചടക്ക ലംഘനമെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് വർക്കിന് എഫിഷ്യന്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ ഞങ്ങളുടെ കുക്കു പരമേശ്വരൻ സസ്പെൻഡ് ചെയ്യുന്നത്, ഡിസ്മിസ് ചെയ്ത് കളയുന്നത്.
ഏകപക്ഷീയമായിട്ട് അങ്ങനെ ഒരു തീരുമാനം ഏകപക്ഷീയമായിട്ട് പുള്ളിക്കാരി എടുത്ത തീരുമാനമാണ്. അത് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പിന്നെ ഇത് എടുത്തു എന്ന് മാത്രമല്ല, അന്ന് പിന്നെ ഞങ്ങൾ ഈ കുട്ടിയെ വിളിച്ചു വരുത്തി. ഞങ്ങളുടെ പിന്നെ സെക്യൂരിറ്റി ഗാർഡിനെതിരെയും ഇവർ ഭയങ്കര മോശം പറയും. കാരണം സെക്യൂരിറ്റി ഇതുപോലെ കത്തുകൾ തന്നിട്ടുണ്ടായിരുന്നു. ആ കത്തുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അന്നത്തെ ദിവസം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം മീറ്റിംഗ് ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് കത്ത് എടുക്കുക? കത്ത് എടുത്തു, തീർച്ചയായിട്ടും എടുത്തു. അന്ന് നടപടി എടുത്തത് ഈ പറയുന്ന ഉണ്ണി ശിവപാലിനെതിരെ. അതെ, അപ്പോൾ കൊക്കു പരമേശ്വരനെതിരെ നടപടി എടുക്കുന്നില്ലെന്ന് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അന്ന് ശ്വേതാമേനോൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇടയിലുള്ള വിഷയമാണ്, ഞങ്ങൾ ചർച്ച. അതെ, കാരണം അതിൽപ്പെട്ട ഈ പറയുന്ന ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യാനിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ജനറൽ ബോഡിയിൽ സംസാരിക്കാനിരിക്കെ തന്നെയായിരുന്നു. അത് മാത്രമല്ല, അതിനു മുൻപും ഞങ്ങൾക്ക് പല കാര്യത്തിനെ കുറിച്ചും സാധൂകരിക്കുന്ന തെളിവുകൾ ഞങ്ങൾക്ക് ശേഖരിക്കണമായിരുന്നു. കാരണം ഈ CCTVയെ കുറിച്ച് പറയുന്നത് ഞങ്ങൾക്ക് പരിശോധിക്കണമായിരുന്നു. ശരിയാണ്, ആകെ 16 CCTV ഉണ്ടായിരുന്നിടത്ത് അത് ബാത്റൂമിന്റെ വാതിക്കലടക്കം 21 CCTV വെച്ചിട്ടുണ്ട്. താക്കോലുകളും ഞങ്ങൾക്ക് തരണ്ടായെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കണമായിരുന്നു. അങ്ങനെ പല വിവരങ്ങളും ഞങ്ങൾക്ക് ശേഖരിക്കണമായിരുന്നു. നമുക്ക് ഒറ്റയടിക്ക് കണ്ണും പൂട്ടി നമുക്ക് നാളെ തൊട്ട് നിങ്ങൾ വരണ്ടാട്ടോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്, അതിന്റെ നടപടിക്രമം എന്ന രീതിയിലാണ് നമ്മളൊന്ന് അമിക്കബിൾ ആയിട്ട് അതിനെ അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞല്ല. തീർച്ചയായിട്ടും പിന്നെ നടപടി എടുക്കണ്ടേ? ഒരു പെൺകുട്ടിയെ നിന്ന നിൽപ്പിൽ അവരുടെ വീട്ടിൽ ജോലിക്ക് പോയ കുട്ടിയല്ലല്ലോ അതുല്യ എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടിയെ പിരിച്ചുവിടുക, പിന്നെ എന്താ പറയാ, ഞങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്ന സെക്യൂരിറ്റിക്കെതിരെ അലിഗേഷൻസ് കൊണ്ടുവരിക, സെക്യൂരിറ്റി കൊടുത്ത പരാതി പിന്നെ ഇത് വ്യാജ പരാതിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പല കഥകളും ഉണ്ടാക്കി പറയാ. ഇതെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഏറ്റവും സ്പഷ്ടമായിട്ട് സത്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ശബ്ദങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്നത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അതെ, തീർച്ചയായിട്ടും അങ്ങനെയല്ലേ ഭയക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയല്ല ഭയക്കേണ്ടതെന്നല്ല, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെ ഒരു വലിയ ക്യാമ്പയിനിങ് നടക്കുകയാണ് ഞങ്ങളുടെ ഓഫീസിൽ. ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ എന്നോ കഴിഞ്ഞു പോയിട്ടുള്ള വിഷയങ്ങളാണ്. ഈ നീന ചേച്ചിക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു. നീന കുറുപ്പ് അത്ര ബോൾഡ് അല്ലാത്തൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മതിലിനോട് ചേർന്നിരിക്കുന്നതല്ലേ കടവന്ത്ര പോലീസ് സ്റ്റേഷൻ. എന്തുകൊണ്ടാണ് അവർ പോലീസ് സ്റ്റേഷനിൽ പോകാത്തത്? എന്തുകൊണ്ടാണ്? നീന കുറുപ്പാണ് ഈ വാക്കുകളൊക്കെ പറയുകയും ഭയങ്കര ഷൗട്ട് ചെയ്യുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. ഞാൻ കണ്ടത് അതാണ്. ഇന്നലെ ഒരു ആരോപണം വന്നത്, അതായത് ജനറൽ സെക്രട്ടറിയാണ് അങ്ങയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, പ്രസിഡന്റിനെ നോക്കുകുത്തിയായിട്ട് നിർത്തുകയാണെന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് സത്യമല്ലേ? ആ പറഞ്ഞ പരാമർശം തീർച്ചയായിട്ടുമാണ്. കാരണം വെച്ചാൽ പിന്നെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇവിടെ ആവശ്യങ്ങളുള്ളപ്പോൾ മാത്രമാണ് വരുന്നത്. പക്ഷെ എനി ടൈം ഏത് പച്ച പാതിരാത്രിക്ക് നമുക്ക് പ്രസിഡന്റിനെ ഫോൺ വിളിക്കാൻ പറ്റും. പ്രസിഡന്റിന് എന്ത് കാര്യം മെസ്സേജ് അയച്ചാൽ അതിന് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ പ്രസിഡന്റിനെ യാതൊരു കാര്യങ്ങളും അറിയിച്ചിട്ടില്ല. അത് ഇന്ന് രാവിലെ മാല പാർവതി ചേച്ചി ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്വേത ഇതൊന്നും അറിയുന്നില്ല. അറിയിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടണം. പിരിച്ചുവിടണ്ടേ? വന്നാൽ പിരിച്ചുവിടട്ടെ. അല്ലാതെ ഇപ്പൊ നമ്മൾ എന്താ പറയുക? അതിൽ ആധികാരികത പരിശോധിക്കണം. അതായത് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് നമുക്കറിയാനുള്ള ഒരു റൈറ്റ് ഇല്ലേ? നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ല. അൻസിബയ്ക്കെതിരെ പരാതി കൊടുത്ത വ്യക്തി ഞാനാണ്. അത് വളരെ രഹസ്യമായിട്ട് അത് പരിഹരിക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ പറഞ്ഞ ജിഹാദി ആരോപണമോ രാഷ്ട്രീയമോ വർഗീയമായിട്ടോ മതപരമായിട്ടോ കണ്ടിട്ടില്ല അതിനെ. കാരണം അൻസിബ മാത്രമല്ല അതിനെ ഒപ്പോസ് ചെയ്തു. പിന്നെ അൻസിബയ്ക്ക് മാത്രം ഇതിന് എങ്ങനെയാണ് പ്രശ്നം വരുന്നത്? മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഇപ്പം ഞാൻ അയച്ച വോയിസ് മെസ്സേജ്, ശരി ഞാൻ തെറ്റ് ചെയ്തു, എന്നെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തിക്കൂടെ, ഞാൻ തെറ്റ് ചെയ്തു, പക്ഷേ എന്നെ അങ്ങ് സസ്പെൻഡ് ചെയ്ത് വിടണം, എന്നെ ഇതിനകത്തുനിന്ന് മെമ്പർഷിപ്പും കട്ട് ചെയ്ത് വിടണം. ഇതൊക്കെയാണ് ഇവരുടെ അജണ്ട. ആ അജണ്ട നടപ്പാക്കാതെ വരുമ്പോൾ അടുത്തത് ആരിലേക്ക് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സെക്രട്ടറി ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് സെക്രട്ടറിക്ക് 100% അറിയാം. അതുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല നേതൃത്വമായിരുന്നു ആ സമയത്ത്. അതെ, അഭിപ്രായമുള്ള നേതൃത്വമായിരുന്നു.
ഇപ്പോൾ ഈ വിഷയങ്ങളിൽ അവരാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? അവരോട് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സീനിയർ മെമ്പർമാരെല്ലാം വളരെ ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഇതൊരു ഇമോഷനാണ്. അമ്മ എന്ന് പറയുന്നതിനെ AMMA എന്ന് പറയുമ്പോൾ പോലും ഞങ്ങൾ ആരും അതിനെ അംഗീകരിക്കാത്ത വെച്ചാൽ അമ്മ എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും മനോഹരമായ വാക്കാണ്. അമ്മ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയൊരു ഇമോഷനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഇമോഷനെ തൊട്ട് കളിക്കുമ്പോൾ ആ ഇമോഷന് ഹേർട്ട് ആവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. ഞങ്ങളുടെ സീനിയർ മെമ്പർമാരെല്ലാം ഇപ്പം ഈ ഞാൻ പറയുന്നത് പോലും അവർ കേട്ടുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അവരതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അവർ അന്വേഷിക്കേണ്ടടുത്ത് അന്വേഷിക്കുന്നുണ്ട്, ചോദിക്കേണ്ടടുത്ത് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 100 കോള് വരാറുണ്ട്, എന്താ ഉണ്ടായത്, എന്ത് സംഭവിച്ചു, എന്താണ് മീഡിയയുടെ മുന്നിൽ എന്താണെന്ന് ചോദിക്കേണ്ടത്. കാര്യം അമ്മമാർക്ക് ഈ അന്വർത്ഥമാണ് ഈ പദം. അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കാനും മരുന്ന് കൊടുക്കാനും വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു സംഘടനയാണിത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് വണ്ടിക്ക് പെട്രോൾ അടിച്ച് അല്ലെങ്കിൽ ഊബറും വിളിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട്, വോളണ്ടറി പ്രോഗ്രാം ആണല്ലോ ഇതൊക്കെ, അപ്പോൾ അത്ര സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. അങ്ങനെ അല്ലാതെയൊക്കെ മാധ്യമങ്ങളിൽ തന്നെ ഓരോ വാർത്ത വരും, അതിൻ്റെ അടി വന്നിട്ട് എന്തെല്ലാം തെറിയും തെമ്മാടത്തിലാണ് ആൾക്കാർ നമ്മളെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും സത്യങ്ങൾ അറിയോ ചോദിക്കും. അൻസിബ പറയുന്നത് ദുബായിൽ പോയിരുന്നു, അവിടെ പോയിരുന്നു എന്നത് മാത്രമാണ് ലക്ഷ്മിപ്രിയയോട് ചോദിച്ചിട്ടുള്ളത്. എനിക്കിപ്പോൾ ആ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അൻസിബ ലാഘവത്തോട് കൂടിയിട്ട് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമുക്ക് തുറന്ന് സംസാരിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് എനിക്ക് ഇപ്പം പറയാനായിട്ട് പറ്റില്ല മോളെ, ഐ എം സോറി. ഈ 3 മണിക്കൂർ അൻസിബയെ ഹിൽ പാലസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഹരാസ് ചെയ്തു എന്നാണ് അൻസിബയുടെ പറഞ്ഞത്. അങ്ങനെ ഹരാസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അൻസിബയുടെ പിന്നെ സംസാരത്തിൽ അൻസിബയുടെ ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം നിങ്ങൾ പൊതുസമൂഹം എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന 2 വാക്കുകളാണ്. അൻസിബ യൂഷ്വലാണ്, നമ്മളൊക്കെ അൺയൂഷ്വൽ പദങ്ങളായിട്ട് വെക്കുന്ന 2 വാക്കുകൾ അൻസിബ വളരെ യൂഷ്വൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് അവിഹിതം എന്ന പദം ശ്രദ്ധിച്ചിട്ട് മനസ്സിലാവും. അവിഹിതം പറഞ്ഞു, അവിഹിതം ചേർത്ത് പറഞ്ഞു എന്ന് പറയും. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ഒരിടത്തും ഉപയോഗിക്കാത്തൊരു പദമാണ് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു വാക്ക്. അത്ര ഒരു കാര്യം വരുമ്പോൾ മാത്രം പറയട്ടെ. അടുത്തത് ഹരാസ്മെന്റ്. ഈ ഹരാസ്മെന്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അൻസിബ ഉദ്ദേശിക്കുന്ന ഹരാസ്മെന്റ് എന്ന് പറയുന്നത് വളരെ പീഡനം ഏൽപ്പിച്ചു എന്നല്ലേ പറയേണ്ടത്? ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പീഡനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനല്ല അതിന് ഉത്തരം പറയേണ്ടത്, സമാധാനം പറയേണ്ടതും. അത് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിന് മറുപടി പറയേണ്ടത്. അൻസിബയുടെ കൂടെ അന്ന് 2 ജേർണലിസ്റ്റുകളായ സുഹൃത്തുക്കളാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അന്നത് എനിക്ക് ഈ സ്റ്റേഷനിൽ നിന്നും ഹരാസ്മെന്റ് നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അൻസിബ അന്ന് അത് വാർത്തയാക്കിയിട്ടില്ല? അതല്ലെങ്കിൽ ഇവർക്ക് പരാതിപ്പെടാലോ, ഈ പോലീസ് ഓഫീസേഴ്സിനെതിരെ ഹയർ ഓഫീസേഴ്സിൻ്റെ അടുത്ത് പരാതിപ്പെടാലോ. അത്തരം പരാതികളൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഹരാസ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാനല്ല പറയേണ്ടത്, അത് കേരള പോലീസാണ് പറയേണ്ടത്. അത് അതിന്റെ ഉത്തരം അവർ പറയട്ടെ, എനിക്കറിയില്ല. അൻസിബ പറഞ്ഞത് താങ്കളുടെ പരാതി, തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ കൊടുത്ത പരാതി, അൻസിബയുടെ മെസ്സേജ് കാരണം താങ്കൾക്ക് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി എന്നതായിരുന്നു താങ്കൾ കൊടുത്ത പരാതി. അങ്ങനെ തന്നെയാണ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അൻസിബ പറയുന്ന കാര്യം അങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം അതിനല്ലേ കേസെടുക്കേണ്ടത്, FIR? അതൊക്കെ ഉണ്ടാവും. അതൊക്കെ എനിക്ക് മീഡിയയിൽ പറയേണ്ട കാര്യമില്ല. അത് തികച്ചും എന്റെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് അതെനിക്ക് പറയാൻ താല്പര്യമില്ല. അൻസിബയും ഞാനും മാത്രമായിട്ടുള്ള വിഷയം മാത്രം നമ്മൾ പറഞ്ഞാൽ പോരെ. എനിക്ക് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായിട്ടുണ്ടോ, അതിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ എന്ത് നടപടി പോലീസ് എടുത്തു, ഇല്ലെങ്കിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ ഞങ്ങളെ മാത്രം, എൻ്റെ കുടുംബത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അത് കുടുംബത്തിൽ നിൽക്കേണ്ട കാര്യമാണ്. അത് എനിക്ക് അൻസിബയോട് ഉത്തരം പറയേണ്ട കാര്യമല്ല. അൻസിബ എൻ്റെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയല്ല, എൻ്റെ മകളല്ല, എൻ്റെ സഹോദരിയല്ല, എൻ്റെ വീട്ടിലുള്ള ഒരു വ്യക്തിയല്ല, എൻ്റെ ആരുമല്ല. അൻസിബ ഇപ്പൊ എൻ്റെ സുഹൃത്ത് പോലും അല്ല ശരിക്കും പറയാം, അല്ലേ? അപ്പൊ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ എന്തിനാ അത്തരം കാര്യങ്ങൾക്ക് ആൻസർ ചെയ്യണം? അത് ഉണ്ടാവാതിരിക്കാം. അത് എൻ്റെ വ്യക്തിപരമായ കാര്യമല്ലേ? അത് അറിഞ്ഞിട്ട് പൊതുസമൂഹത്തിന് യാതൊരു ഇതും ഇല്ലാത്തൊരു കാര്യമാണ്, പ്രയോജനവും ഇല്ലാത്തൊരു കാര്യമാണ്. അത് അറിയാതിരിക്കുകയോ ചെയ്തിട്ട് എന്നെ അത് ബാധിച്ചത് കൊണ്ടാണല്ലോ ഞാൻ പോയിട്ട് അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്തത്. മനസ്സിലായില്ലേ? എന്നെ അത് വളരെ വളരെ ഭീകരമായിട്ട് ബാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യേണ്ടി വന്നത്. അതിൽ തന്നെ അണ്ടർസ്റ്റുഡ് അല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ? അമ്മയിൽ നിന്ന് സ്ത്രീകൾക്ക് യാതൊരു നീതിയും ലഭിക്കില്ല എന്നാണ് ഇപ്പോഴും അൻസിബ ആവർത്തിച്ച് പറഞ്ഞത്. ഇപ്പോഴും നമ്മൾ പറഞ്ഞത് ഭരണസമിതി രാജിവെക്കണം എന്നുള്ള ഒരൊറ്റ നിലപാടിലാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നേരത്തെ സാമ്പത്തിക ക്രമക്കേടുകൾ ചെയ്തതെല്ലാം ജനറൽ സെക്രട്ടറി ആണെന്നാണ് നേരത്തെ ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷെ അൻസിബ നേരെ തിരിച്ചാണ് പറയുന്നത്. സാമ്പത്തിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ്. അൻസിബയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകളും കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് ഏറ്റവും ആദ്യം ചൂണ്ടിക്കാണിച്ചിരുന്ന വ്യക്തികളിൽ ഒരു വ്യക്തി അൻസിബയുമാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, അൻസിബ വളരെ കേപ്പബിൾ ആയിട്ടുള്ള, വളരെ കാലിബറുള്ള, വളരെ മിടുമിടുക്കിയായ ഒരു പെൺകുട്ടി തന്നെയാണ്.
അൻസിബ സത്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഇതൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഈ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ജെൻഡറിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ ശാരീരികപരമായിട്ട് സ്ത്രീക്ക് പുരുഷന്റെ അത്രയും കാര്യശേഷി ഇല്ല എന്നൊഴിച്ചാൽ സ്ത്രീയും പുരുഷനും ഒക്കെ വ്യക്തികളായിട്ട് അടയാളപ്പെടുത്തണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അല്ലെ ഈ സ്ത്രീ സമത്വം, അതായത് പുരുഷന്മാർക്ക് അപ്പം അഭിമാനം ഇല്ലേ? പുരുഷന്മാർക്ക് ആത്മാഭിമാനം ഇല്ലേ? പുരുഷന്മാർക്കും ആത്മാഭിമാനം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു ടിനി ടോമിനെയോ ഒരു സിജോയ് വർഗീസിനെയോ ഒരു കൈലാഷിനെയോ ഒരു റോണിയോ ഒരു ഉണ്ണി ശിവപാലനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. പുരുഷന്മാർക്കും അന്തസ്സുണ്ട്, പുരുഷന്മാരുടെ ആത്മാഭിമാനവും ഈ സംഘടന എന്നല്ല പൊതുസമൂഹം വാല്യുബിൾ ആയിട്ട് കാണണം. അല്ലാതെ ഒരു സ്ത്രീപക്ഷ കാർഡ് എടുത്തു ഒരു വിമൻസ് കാർഡ് അങ്ങോട്ടിട്ടാൽ എന്തുമാകും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നല്ലതല്ല. ഇത് ജെൻഡർ ഇക്വാലിറ്റി ഉള്ള ഒരു സംഘടനയാണ്. ജെൻഡർ നോക്കിയിട്ടല്ല ഈ സംഘടനയിലേക്ക് അംഗങ്ങളെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഇപ്പൊ ഇരുന്ന് പറഞ്ഞു അൻസിബയ്ക്കെതിരെ കുക്കു പരമേശ്വരനോ ടിനി ടോം ആരെങ്കിലും ആവട്ടെ അൻസിബയ്ക്കെതിരെ മറ്റൊരാളെ ചേർത്ത് വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അൻസിബയും ഇത് തന്നെയാണ് പറഞ്ഞത്, എന്നെ പറ്റി അവിഹിതം പറഞ്ഞു വരുത്തുന്നു. അത് ടിനി ടോം പറഞ്ഞു വരുത്തുന്നു എന്നല്ലേ സഹോദര അൻസിബ പറഞ്ഞത്? ടിനി ടോം അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറയാം, വേണം, തീർച്ചയായിട്ടും വേണം. എന്തിന് ആ അന്വേഷണം പറ്റില്ല എന്ന് വെച്ചാൽ ഞങ്ങൾക്കിടയിൽ അത് അന്വേഷിക്കാമല്ലോ. ഞങ്ങൾ ഈസി അന്വേഷിക്കും തീർച്ചയായിട്ടും. അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് ഇനി ഒരു എൻക്വയറി കമ്മീഷനെ വെച്ച് സംഘടനയുടെ കാശ് ചെലവാക്കാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. അത് ഈസി മുൻപ് എടുത്ത എന്റെ വിഷയത്തിൽ വന്നപ്പോഴേ എടുത്ത തീരുമാനമാണ്. അങ്ങനെ ചെലവാക്കാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഇപ്പോഴാണ് വരുന്നത്. ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, കൂടുതൽ ആൾക്കാർ പറയുന്നുണ്ടോ എന്ന് ഞങ്ങൾ തന്നെ അന്വേഷിക്കട്ടെ. ഞങ്ങൾ അന്വേഷിക്കും, തീർച്ചയായിട്ടും അന്വേഷിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള കാര്യത്തിൽ ഓൾറെഡി ഞങ്ങൾ അന്വേഷണം വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, തെളിവെടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതും ഞങ്ങൾ കൊണ്ടുവരും. ഈ ജനറൽ ബോഡിക്ക് ഇനി ആകെ പിന്നെ 1 മാസത്തിൽ താഴെ സമയമേ ഉള്ളൂ. തീർച്ചയായിട്ടും അന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അവിടെ മറുപടി ഉണ്ടാവും. നീതി കിട്ടാത്ത ആർക്കാണ് എന്ന് അപ്പോൾ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നീതി കൊടുക്കും. ഒരാൾ പറഞ്ഞാലും അത് ആരോട് പറഞ്ഞു, എപ്പ പറഞ്ഞു, ഏത് സാഹചര്യത്തിൽ പറഞ്ഞു, ഇതെല്ലാം നമ്മൾ അന്വേഷിക്കണ്ടേ? ഇതിപ്പോ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ഈ ന്യൂസൊക്കെ കാണുന്നത്. ഞങ്ങൾക്ക് റിട്ടേൺ ആയിട്ടൊരു കംപ്ലൈന്റോ അല്ലെങ്കിൽ പ്രസിഡന്റ് വിളിച്ചിട്ട് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ നമുക്കിത് ഇങ്ങനൊരു ഇത് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുന്നില്ല അവിടെ. ഇന്നലെ വാർത്താ മാധ്യമങ്ങൾ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് വ്യാജ പരാതി കൊടുത്തു. പരാതി വ്യാജമല്ല, അടിസ്ഥാനമുള്ള പരാതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. എനിക്ക് ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കേസ് കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് വിളിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.